ഹായ് മക്കളെ, എബിഡി സാറാണ്. മക്കളെ, ക്ലാസ് 10ലേക്ക് എത്തിയ സമയത്ത് ഹിസ്റ്ററി എങ്ങനെ പഠിക്കണം, ഹിസ്റ്ററി എങ്ങനെ ഒരു ടോപ്പറെ പോലെ അല്ലെങ്കിൽ ഒരു പ്രോ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഹിസ്റ്ററി പഠിക്കാം എന്നൊരു കൺഫ്യൂഷൻ മക്കൾക്ക് ഉണ്ടാവും. ഒബ്വിയസ്ലി ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പല മക്കൾക്കും മടിയാണ്. കാരണം അത്രയും പേജസ് നമുക്ക് വായിക്കാനുണ്ട്, അത്രയും ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മളൊരു പ്രോ രീതിയിൽ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ഒരു സ്റ്റോറി ആയിട്ട് കാണുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് മക്കൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ടിപ്സ് ആയിരിക്കാം. അപ്ലൈ ചെയ്യാത്ത ടിപ്സ് ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു ഹിസ്റ്ററി ആകുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മളൊന്നും ഏലിയനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ അല്ല. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളുടെ പ്രീവിയസ് ആയില്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഹിസ്റ്ററിയിലൂടെ പഠിക്കുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനുള്ള റീസൺസ് എന്താണ്, ഇത് കൃത്യമായിട്ടും അനലൈസ് ചെയ്യുക. അതിന് ഏത് രീതിയിലാണ് ആക്ഷൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്ഷൻസ് ആണ്, അതിനോട് എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്തത്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് പഠിക്കുക. ദെൻ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ റിസൾട്ട് എന്താണ്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് നാഷണലിസം ഇൻ ഇന്ത്യ. അതിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഗാന്ധിയുടെ മൂവ്മെൻറ്റ്സിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള റീസൺ എന്താണ്? യെസ്, ഒബ്വിയസ്ലി അത് ബ്രിട്ടീഷേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് അല്ലേ. ഇനി എങ്ങനെയാണ് ഇന്ത്യൻസ് അതിനോട് റെസിസ്റ്റ് ചെയ്തത്? അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കുക, ഗാന്ധിയുടെ ഏർലി മൂവ്മെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഗാന്ധിജി നടത്തിയിട്ടുള്ള നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വെറുതെ തുടങ്ങിയതല്ലേ. എന്തിനാണ് തുടങ്ങാനുള്ള റീസണ്? അതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ബ്രിട്ടീഷേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. റൗലറ്റ് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻസിൻ്റെ റെസിസ്റ്റൻസിനെ അവർ വളരെ ബ്രൂട്ടലായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ റീസൺസ് പഠിക്കുന്നു. ഇതിന് എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? ബ്രിട്ടീഷേഴ്സിനോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്ത്യൻസ് എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് എഡ്യൂക്കേഷനൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ റിസൾട്ട്? ഗാന്ധിജി കോൾ ഓഫ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ചൗരി ചൗര ഇൻസിഡൻറ്റിലൂടെ. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടും റീസൺസ്, അതിൻ്റെ ആക്ഷൻസ്, അതിൻ്റെ റിസൾട്ട് ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മക്കൾ പഠിച്ചെടുക്കുക. അതേപോലെ തന്നെ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു ഏരിയ ആണ് ടൈം ലൈൻ അല്ലെങ്കിൽ ഇയേഴ്സ് പഠിക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മക്കൾക്ക് മടിയുള്ള ഒരു കാര്യമാണ് ഇയേഴ്സ് പഠിക്കുക എന്നുള്ളത്. നമ്മുടെ സ്റ്റഡി റൂം അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇയേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ, ഇപ്പോൾ ഓരോ മൂമെൻറ്റ്സിനും ഓരോ കളേഴ്സ് മക്കൾ കൊടുക്കുക. ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ എന്ത് ചെയ്യുക, ഇയേഴ്സ് ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചെടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിലേക്ക് അത് വരും അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാർക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എസ്പെഷ്യലി ഹിസ്റ്ററിയിൽ നിന്നും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ വരാം. ഈ 2 മാർക്ക് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 2 ഏരിയയിൽ നിന്നാണ് നമുക്ക് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒന്ന് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഗാന്ധി നടത്തിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എവിടെയൊക്കെയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻസ് ഏതൊക്കെ ഏരിയാസിലാണ് നടന്നിട്ടുള്ളത്, ഇതിൽ നിന്നാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് വരാം, യെസ്, മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫ്രീ മാർക്ക് നമ്മൾ പറയുന്നത്. കാരണം ഒരു 3 ടൈംസ് നമ്മുടെ PYQസിലുള്ള മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് നമുക്ക് കാണാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടും ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. 3 to 5 പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷന് ശേഷമുള്ള നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ കൃത്യമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കൺക്ലൂഷനും എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ടും ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈ കൺക്ലൂഷൻ ആവശ്യമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള പോയിന്റ്സും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കീവേഡ്സ്. ഇപ്പോൾ നാഷണലിസം, ലിബറലിസം, റെവല്യൂഷൻസ്, ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളൊരു പ്രോ ആണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. യെസ്, നമ്മുടെ ആരാണോ ഈ ആൻസേഴ്സ് നോക്കുന്നത് അവർക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് എ പ്രോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞൊരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ NCERT ആണ് ഫോളോ ചെയ്യുന്നത്. ലൈൻ ബൈ ലൈൻ വൺസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്കോട് കൂടി എക്സാമിനേഷൻ പാസ്സാവാൻ പറ്റും. ഇനി നമ്മുടെ ഈ പറയുന്ന എല്ലാ മെത്തേഡ്സും എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കാനുള്ള വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മക്കളോട് പറയാനുള്ളത് യെസ്, നമ്മുടെ അസ്ത്ര ബാച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സസും DPPs ആണെങ്കിലും കൃത്യമായിട്ടുള്ള എക്സാമിനേഷൻസ് ആണെങ്കിലും പേൾ വീഡിയോസ് ആണെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കിടിലൻ ബാച്ചാണ് അസ്ത്ര ബാച്ച്. മക്കൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഓടി വന്നോളൂ, നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വർഷം പഠിച്ച് സെറ്റാക്കാം.